ഒരേ കല്ലറയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടു എന്നതിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? പ്രത്യക്ഷത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത്ര സുന്ദരമൊന്നുമല്ലല്ലോ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. കുറ്റകൃത്യങ്ങളുടെ കണക്കും ചരിത്രവും പരിശോധിച്ചാൽ അതും അത്ര നല്ലതല്ല. കിണറ്റിൽ, കുളത്തിൽ, സെപ്റ്റിക് ടാങ്കിൽ, എന്തിന് വീടിൻ്റെ അടുക്കള വരെ തുരന്ന് മൃതദേഹം ഒളിപ്പിച്ചവരുടെ നാടാണ് നമ്മുടേത്. അതുകൊണ്ട് ദുരൂഹത മാറ്റണം, ശാസ്ത്രീയമായ അന്വേഷണം വേണം. പള്ളിയിലെ ദുരൂഹമായിട്ടുള്ള സംഭവം കാണുന്നത് ഒരു 6 ദിവസം മുമ്പ് ഈ ഇടവപ്പെട്ട ഒരു വ്യക്തി മരണപ്പെട്ടായിരുന്നു. മരണപ്പെട്ട് കഴിഞ്ഞപ്പം ആ വ്യക്തിക്കുള്ള കല്ലറ, അത് പള്ളിയിൽ നിന്നാണ് ഇന്ന കല്ലറ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. അങ്ങനെ കാണിച്ചു കൊടുത്തു. അത് ചെന്ന് പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനകത്ത് ഒരു ദുരൂഹ സാഹചര്യത്തിൽ ഒരു പായ്ക്കകത്ത് പൊതിഞ്ഞ് കിട്ടിയ അവസ്ഥയിലൊരു രൂപം ഇത് കാണുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ 3-4 പേരെങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അവരത് നിർത്തി കടയിൽ പോലീസിനെ അറിയിച്ചിരുന്നു. അവർ വന്നുവെന്നും കേൾക്കുന്നുണ്ട്, വന്നിട്ട് നടപടിയൊന്നും എടുത്തിട്ടില്ലെന്നും കേൾക്കുന്നുണ്ട്. ജിൽസി പറയുന്നതിലും കാര്യമുണ്ട്. പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ് മൃതദേഹങ്ങൾ അടക്കാറില്ല. ഇനി ഒരേ കല്ലറയിൽ 2 മൃതദേഹം അടക്കണമെങ്കിൽ ആദ്യത്തെ മൃതദേഹം മണ്ണോട് ചേർന്നിട്ടുണ്ടാകണം. വല്ല അവശിഷ്ടങ്ങളും ബാക്കിയുണ്ടെങ്കിൽ അതിനു മുകളിൽ മണ്ണിട്ട് അതിനുമേൽ വെള്ള തുണി വിരിച്ചാണ് മൃതദേഹങ്ങൾ അടക്കാറ്. അതാണ് പൊതുരീതി. ഇവിടെ ആ രീതി ലംഘിക്കപ്പെട്ടു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് ശാസ്ത്രീയമായ പരിശോധന ഇതിൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെയും ആവശ്യം. അതെ, ദുരൂഹത നീക്കണം. അതുതന്നെയാണ് ഇടവകയുടെ പൊതുവികാരം. ഇവിടെ ആർക്കും ഒന്നും മറച്ചു വെക്കാനില്ല. ഒരു സംശയത്തിനും ഇട നൽകുകയുമരുത്. അതുകൊണ്ട് പോലീസിൽ പരാതി നൽകണം. ഇടവകയുടെ അഭിപ്രായം അതുപോലെ വികാരി ഉൾക്കൊണ്ടു. ചില അസ്വാഭാവികതകൾ ഉണ്ട്. പോലീസിൽ അന്ന് തന്നെ പരാതിയും നൽകിയിട്ടുണ്ട്. അതായത് ജൂൺ 13-ന്. സംശയം തോന്നുന്ന രീതിയിൽ ഒരു പെട്ടിയോട് കൂടെ ചേർന്ന് വേറെ ഒരു പെട്ടി കൂടി, ഒരു ബോഡി കൂടി കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് തോന്നി. അത് കൈക്കാരന്മാർ എന്നെ അറിയിച്ചു. വിളിച്ച സ്പോട്ടിൽ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, ആ കല്ലറ സ്ലാബ് ഇട്ട് മൂടി പഴയതുപോലെ തന്നെ വെക്ക്. ഞങ്ങൾക്കൊരു സംശയം തോന്നി, അത് പോലീസിനെ അറിയിച്ചു. ഇനി അത് ഒരു മൃതശരീരമാണോ? ചിലപ്പോൾ അത് മൃതശരീരം പോലും ആകത്തില്ല. ചിലപ്പോൾ അതിങ്ങനെ പായയിൽ പൊതിഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും. അത് എന്താണ് എന്ന് കൃത്യമായിട്ട് ഇനി പോലീസ് അവർ പരിശോധിക്കും. പിന്നെ ആർക്കാണ് പ്രശ്നം? പോലീസിനാണ് പ്രശ്നം. പലതവണ ചോദിച്ചിട്ടും പരാതിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു. 2 മൃതദേഹങ്ങൾ ഒരേ കല്ലറയിൽ കണ്ടതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് ആവർത്തിക്കുകയും ചെയ്തു. കിട്ടിയ പരാതിയിൽ FIR പോലും ഇടാതെ പോലീസ് ഉരുണ്ടികളിച്ചു. പോലീസ് പറയുന്നത് ഇതാണ്: 2 തവണ ഇതേ കല്ലറയിൽ അടക്കം നടന്നിട്ടുണ്ട്. 2006-ലും 2015-ലും. അടക്കിയവരുടെ ബന്ധുക്കളോട് അന്വേഷിച്ചു. അവർ ഉറപ്പ് പറഞ്ഞു ഇത് അതേ ശരീരമാണെന്ന്. അതുകൊണ്ട് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യമില്ല. ദുരൂഹത അവസാനിച്ചു. പോലീസിന്റെ നിലപാട് ഇതായിരുന്നു. പഴയ കല്ലറ 23 നമ്പർ കല്ലറയാണ് ഈ 2 ബോഡി വെച്ചിരുന്നത്. ഇപ്പോഴതിൻ്റെ നമ്പറാണ് 38. അതിനകത്ത് ഇപ്പോൾ യാതൊരു സംശയവുമില്ല. 2 ആൾക്കാരും ആ കല്ലറ തിരിച്ചറിഞ്ഞതും അവരുടെ ബന്ധുക്കളെ അടക്കിയ കല്ലറകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കല്ലറയുടെ നമ്പർ മാറിപ്പോയതാണ് ഇങ്ങനൊരു നടപടിക്ക് ആധാരം വന്നത്. ദുരൂഹതയില്ല എന്ന് പോലീസ് എത്ര തവണ പറഞ്ഞിട്ടും കാര്യമില്ല. ഇതിൽ ദുരൂഹതയുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, പള്ളി വികാരി പറയുന്നതാണ്. അതുകൊണ്ട് തുറന്ന് പരിശോധിക്കണം. ഒരേ കല്ലറയിൽ 2 ശരീരം വരാൻ പാടില്ല. അത് തികച്ചും അസ്വാഭാവികമാണ്. അതുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തണം. ഫാദർ ഗിൽബർട്ട് ആവർത്തിച്ചു. ഒരു കല്ലറയ്ക്കകത്ത് എങ്ങനെ 2 ബോഡി വന്നു എന്നുള്ളത് നമ്മുടെ സംശയം. അത് ഞങ്ങളുടെ സംശയമാണ്. അതാണ് പോയത്. അപ്പോൾ ആ ദുരൂഹത ഇതുവരെ നീങ്ങിയിട്ടില്ല. ഈ ഇടവകയ്ക്കും എനിക്കും പള്ളി അധികാരികൾക്കും ഈ നാട്ടുകാർക്കും ആ ദുരൂഹത നീങ്ങണമെങ്കിൽ ഇനി ആ കല്ലറ പൊളിച്ച് നോക്കുക തന്നെ വേണം. പള്ളി വികാരിയുടെ ഈ നിലപാട് മാതൃകാപരമാണ്. വികാരി അന്വേഷിക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിന്നപ്പോൾ പോലീസ് അടവുമാറ്റി. പരാതി കിട്ടിയാൽ അന്വേഷിക്കാമെന്നായി. സത്യം പറഞ്ഞാൽ പോലീസ് നിർബന്ധിക്കപ്പെടുകയായിരുന്നു. നിങ്ങൾക്ക് സഭയുടെ കാര്യങ്ങൾ അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമ്മളിവിടെയുള്ള പല കല്ലറകളുടെ കണക്കെടുത്തതിൽ ഒരു കല്ലറയിൽ തന്നെ 3 ബോഡി വെച്ച കല്ലറകളുണ്ട്. സംശയം ഉണ്ടെങ്കിൽ എക്സ്ഹുമേഷൻ നടത്തിയിട്ട് നടപടി സ്വീകരിക്കുന്നതാണ്. കല്ലറ തുറന്നുള്ള പരിശോധന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് നിയമപരമായ ചില നടപടിക്രമങ്ങളുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ്. മജിസ്ട്രേറ്റ് പദവിയിലുള്ള ഉദ്യോഗസ്ഥർ വേണം. ഫോറൻസിക് സർജൻ വേണം. അങ്ങനെ നിയമപരമായ ചില സങ്കീർണതകളുണ്ട്. എന്തൊക്കെ സങ്കീർണതകൾ ഉണ്ടായാലും
ദുരൂഹത നീക്കാൻ ശാസ്ത്രീയ പരിശോധനയാണ് എന്തുകൊണ്ടും നല്ലതെന്ന വികാരമാണ് ഇടവകക്കാർക്കും. പക്ഷെ കാര്യങ്ങൾ അവിടെയും തീരുന്ന ലക്ഷണമില്ല. അപ്പോഴാണ് കോഴിക്കോട് വിലങ്ങാട് ആലപ്പാട് സ്വദേശി സിജോസ് കറിയയുടെ തിരോധാനവുമായി ഈ പള്ളിയിൽ കണ്ടെത്തിയ മൃതദേഹത്തിന് ബന്ധമുണ്ട് എന്ന് പറഞ്ഞ് ബന്ധുക്കളുടെ പരാതി വരുന്നത്. മൃതദേഹം പുറത്തെടുത്ത് DNA പരിശോധന നടത്തണമെന്നാണ് പരാതി. 2014 വാണിയപ്പാറയിലേക്ക് പോയ സിജോയെ 2017 മുതൽ കാണാനില്ല എന്നായിരുന്നു പരാതി. കുറ്റ്യാടി പോലീസ് അന്വേഷിച്ചെങ്കിലും തുമ്പ് കിട്ടിയില്ല. അതുകൊണ്ട് ഈ മൃതദേഹം ശാസ്ത്രീയ പരിശോധന നടത്തണമെന്നാണ് അവരുടെ ആവശ്യം. ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഇവനിങ്ങനെ ഒരു മദ്യപിക്കുമായിരുന്നു, അങ്ങനെ വഴക്കുണ്ടാക്കുമായിരുന്നു, അങ്ങനെ ഒരു ദിവസം ഇവൻ ടൗണിൽ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്നില്ല. ഈ പറഞ്ഞ ഇടവകയിൽ ഇയാളുടെ ഭാര്യ വീട്ടിലെ ഇടവകയാണ് ഈ പറഞ്ഞ ഈ വാണിയപ്പാറ തട്ടത്ത് പറഞ്ഞ സ്ഥലം. അവിടെ ഉള്ള പള്ളി സെമിത്തേരിയിലാണ് ഇങ്ങനെ പായിൽ പൊതിഞ്ഞ ഒരു മൃതദേഹം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അത് ഞങ്ങൾ ഈ കാലഘട്ടങ്ങളുമായിട്ട് ഒത്തു നോക്കുമ്പോൾ ഞങ്ങൾക്ക് ബലമായ ഒരു സംശയമുണ്ട്. ഈ പറഞ്ഞ ആൾ എൻ്റെ കസിനിൽപ്പെട്ട ആളാണെന്ന് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ട്. നവംബറിലാണ് അവർ ഇവിടുന്ന് കൊണ്ടുപോയിരിക്കുന്നത് ചെറുക്കനെ. കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ചെറുക്കൻ അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഇല്ലെന്നായി കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും പറഞ്ഞ് പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ പരാതി കൊടുക്കും. സംശയം ഇപ്പം ഇങ്ങനെ ഈ വാർത്ത വന്നപ്പം ഇത് കേട്ടതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയം. ഇതോടെ മൃതദേഹ പരിശോധനയ്ക്കുള്ള സമ്മർദ്ദം പിന്നെയും കൂടി. വരും ദിവസങ്ങളിൽ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തും. അധികം വൈകാതെ അതിൻ്റെ ഫലവും വരും. അതോടെ തീരും ദുരൂഹത. അതിനായി കാത്തിരിക്കാം.